ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നും രാജ്യത്തെ സമാധാന അന്തരീക്ഷത്തിന് അല്ലാഹുവിനോട് നന്ദി പറയുന്നുവെന്നും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് അഖിലേന്ത്യാ അമീർ സയ്യിദ് സാദത്തുള്ള ഹുസൈനി ചെറിയ പെരുന്നാളിന് മുന്നോടിയായി വാർത്താ ഏജൻസിയായ IINS-ന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. നേരത്തെ സമാനമായ നിലപാടുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും രംഗത്ത് വന്നിരുന്നു. ഇന്ത്യയിലെ നിയമവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളാണ് ഇവിടെ സമാധാനം ഉറപ്പാക്കുന്നതെന്ന് അമീർ പറഞ്ഞു. ഈ മൂല്യങ്ങൾ എക്കാലവും നിലനിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ രാജ്യത്തിന്റെ ഈ പാരമ്പര്യത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും അതിനെ പ്രതിരോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭരണഘടനാപരമായ ഉറപ്പുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണെന്നും ഹുസൈനി ഓർമ്മിപ്പിച്ചു. മുസ്ലിം സമുദായ നേതാക്കളിൽ നിന്ന് സമാനമായ പ്രസ്താവനകൾ വരുന്നത് ശ്രദ്ധേയമാണ്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാന്തപുരം നടത്തിയ ഈ പ്രസ്താവന അന്ന് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. പെരുന്നാളിനോടനുബന്ധിച്ച് രാജ്യത്തെ പ്രമുഖ മുസ്ലിം നേതാക്കളുമായി IINS നടത്തിയ പ്രത്യേക അഭിമുഖ പരമ്പരയിലായിരുന്നു ജമാഅത്ത് അമീർ തന്റെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നത്. ഇന്ത്യയിൽ മുസ്ലിം സമുദായം യാതൊരുവിധ പ്രതിസന്ധിയും നേരിടുന്നില്ലെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അന്ന് പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രസ്താവനയിലായിരുന്നു അക്കാര്യം ഇദ്ദേഹം പറഞ്ഞത്. മോദിയുടെ ഔദ്യോഗിക വസതിയിലായിരുന്നു അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കേരളത്തിൽ നിന്നും ഒരു സുന്നി വിഭാഗം നേതാവ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് ശ്രദ്ധേയമായിരുന്നു. പ്രധാനമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തതിൽ ഏറെ സന്തോഷം. രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. എങ്കിലും സമുദായവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ ആശങ്ക അറിയിക്കുകയും ചെയ്തു. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പുതിയ പരിഷ്കാരങ്ങളിലുള്ള ആശങ്കയും പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുകയും ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിലെ അവ്യക്തതകൾ ചർച്ചയായി. സമുദായത്തിന്റെ സുരക്ഷയും വിദ്യാഭ്യാസ പുരോഗതിയും കൂടിക്കാഴ്ചയിൽ വിഷയമായി, കാന്തപുരം പറഞ്ഞു. കാന്തപുരവുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി X-ൽ കുറിച്ചിരുന്നു. വിവിധ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ കാന്തപുരം നൽകുന്ന സംഭാവനകൾ ഏറെ ശ്രദ്ധേയമാണെന്ന് അദ്ദേഹം കുറിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോഴിതാ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നും രാജ്യത്തെ സമാധാന അന്തരീക്ഷത്തിന് അല്ലാഹുവിനോട് നന്ദി പറയുന്നുവെന്നും ഇപ്പോൾ സയ്യിദ് സാദത്തുള്ള ഹുസൈനി പറഞ്ഞിരിക്കുന്നത്. ചെറിയ പെരുന്നാളിനോട് മുന്നോടിയായിട്ടായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. എന്തായാലും ഇന്ത്യയിലെ നിയമവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളാണ് ഇവിടെ സമാധാനം ഉറപ്പാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാന്തപുരത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഇദ്ദേഹവും ഇക്കാര്യം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ഈ മൂല്യങ്ങൾ എക്കാലവും ഉയർത്തിപ്പിടിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ രാജ്യത്തിന്റെ ചില പാരമ്പര്യത്തെയും സമാധാനത്തെയും ഇല്ലാതാക്കാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. അതിനെ പ്രതിരോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.